ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ചീസി ആയിട്ടുള്ള ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ഓവൺ ഉപയോഗിക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പിസയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയും സാധാ ഓയിലും ഇതിന് ഉപയോഗിക്കരുത്, ടേസ്റ്റ് മാറും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പാലുകൂടി ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബാക്കി ഞാൻ വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് കൈക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാൻ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ഈ പിസയുടെ ഡോ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് കുഴക്കരുത്. ഇതിലേക്കുള്ള വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കനും തക്കാളിയും ഒനിയനുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പിസ്സ സോസും ചീസുമാണ്. മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചീസ് നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ഡോ ഞാൻ പിസ്സയുടെ ഒരു ജസ്റ്റ് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി ചെയ്യുന്നത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബണ്ണ് പോലെ ഒന്ന് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പിസ്സ സോസും കൂടി ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഇതെല്ലായിടത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പിസ്സ സോസ് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലേക്ക് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചീസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലായിട്ടാണ് നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഞാൻ ഒരു ബിരിയാണി പോട്ട് ഇതുപോലെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു ചെറിയ റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതുപോലെ ഒരു 30-35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക. സ്ലിമ്മിലിട്ടിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഞാനൊരു പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒരു 35 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പിസ്സ നന്നായിട്ട് തന്നെ ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പിസ്സ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചീസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.